ബത്തേരി രൂപതയുടെ പ്രഥമ മെത്രാപ്പൊലീത്തായിരുന്ന അഭിവന്ദ്യ സിറൽ ബസേലിയോസ് കാത്തോലിക്ക ബാവയുടെ ചിന്തയിലുദിച്ച മഹത്തരമായ ആശയമായിരുന്നു ശ്രേയസ്. പാവങ്ങളോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും കരുണ കാണിക്കുന്നതിനായി 1979 ശ്രേയസ് എന്ന പ്രസ്ഥാനത്തിന് ബത്തേരിയിൽ രൂപം നൽകി. രൂപതയുടെ ദ്വിതീയ മെത്രാനായി സ്ഥാനമേറ്റ് കാലം ചെയ്ത അഭിവന്ദ്യ ഗീവർഗീസ് മാർ ദിവന്യാസോസ് മെത്രാപ്പൊലീത്തയുടെ പ്രവർത്തനങ്ങളിലൂടെ ശ്രേയസിന് ഊടും ഭാവും നൽകി പിതാവിനെ നന്ദിയോടെ ഓർക്കുന്നു. തൃതീയ മെത്രാനായി സ്ഥാനമേറ്റ അഭിവന്ദ്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്തയുടെ രക്ഷാകർത്തൃത്വത്തിൽ നൂതന ആശയങ്ങളിലൂടെ ശ്രേയസിന്റെ പ്രവർത്തനം അനുസ്യൂതം വളർന്നുകൊണ്ടിരിക്കുന്നു. കരുണ നിറഞ്ഞും കർമ്മനിരതമായ പ്രവർത്തനങ്ങളിലൂടെയും ജോസ് പാലക്കാട്ടച്ചൻ ശ്രേയസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി സ്ഥാനമേറ്റു. ഇന്ന് ശ്രേയസിന്റെ വളർച്ച അതിവേഗം ബഹുദൂരം കുതിച്ചുയരുന്നു. ശ്രേയസിന്റെ ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി സ്ഥാനമേറ്റ ഫാദർ ഡേവിഡ് ആലിങ്കൽ ഇന്ന് ശ്രേയസിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് ശ്രേയസിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ആയിരങ്ങൾക്ക് ആശ്വാസമരുളുന്നു. ബത്തേരി രൂപതയുടെ കരുണയുടെ മുഖമാണ് ശ്രേയസ്. 1979 തുടങ്ങി ഇന്ന് ശ്രേയസ് 45-ാം വർഷത്തിലൂടെയാണ് കടന്നുപോവുക. ശ്രേയസിന്റെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് കേരളത്തിലും തമിഴ്നാട്ടിലുമായി 6 ജില്ലകളിലൂടെ 9 റീജിയനുകളിലായി 74 യൂണിറ്റുകളിലായി 3308 SHകളിലൂടെ 60,000 കുടുംബങ്ങളും 2 ലക്ഷത്തിൽ പരം അംഗങ്ങളുമായ ശ്രേയസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് മേഖല ഒരു ഡിജിറ്റൽ വാർഷിക റിപ്പോർട്ട് ഇറക്കുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. വളരെ പ്രത്യേകമായി മേഖലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട തോമസ് മണ്ണിത്തോട്ടത്തിലച്ഛനും മേഖലയുടെ കോർഡിനേറ്ററായിരിക്കുന്ന ഏറ്റവും ബഹുമാനിയായ ലിസി റെജി അവർക്കും യൂണിറ്റ് ഭാരവാഹികൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും പ്രത്യേകിച്ച് എല്ലാ പ്രവർത്തകർക്കും ശ്രേയസിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹത്തോടുകൂടി നേരുന്നു. ബത്തേരി മലങ്കര കത്തോലിക്ക സഭയുടെ സാമൂഹ്യക്ഷേമ പ്രസ്ഥാനമായ ശ്രേയസ് അതിൻ്റെ ജൈത്യയാത്ര ആരംഭിച്ച് 45 വർഷങ്ങൾ പിന്നിടുകയാണ്. 7ഓളം ഡിസ്ട്രിക്റ്റുകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലും 10 പഞ്ചായത്തുകളിലായി 350 അയൽക്കൂട്ടങ്ങളിലായി പുരുഷ സംഘങ്ങൾ, സ്ത്രീ സംഘങ്ങൾ, വിദ്യാർത്ഥികളുടെ സംഘങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ സംഘങ്ങൾ എന്നിങ്ങനെ 350-ലധികം അയൽക്കൂട്ടങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കോഴിക്കോട് മേഖലയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ലിസി റെജിയും അതിനോട് ചേർന്ന് വ്യത്യസ്തമായ യൂണിറ്റുകളുടെ പ്രവർത്തകരും യൂണിറ്റ് കമ്മിറ്റികളും ചേർന്ന് നടത്തുന്ന ഈ പ്രവർത്തനം മൂലാധിഷ്ഠിതമായ കുടുംബത്തിൻ്റെ വികസനം, സമൂഹത്തിൻ്റെ വികസനം, വ്യക്തിയുടെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നേറുകയാണ്. ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള കോഴിക്കോട് മേഖലയിലെ എല്ലാ ശ്രേയസ് കുടുംബങ്ങൾക്കും മേഖലാ ഡയറക്ടറുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ശ്രേയസ് കോഴിക്കോട് മേഖല 2023-24 ഒരു ഡിജിറ്റൽ വാർഷിക റിപ്പോർട്ട് പ്രകാശനം ചെയ്യുമ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ സഹകരിച്ച എല്ലാ അംഗങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ശ്രേയസ് കുടുംബാംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബത്തേരി രൂപതയുടെ സാമൂഹ്യക്ഷേമ പ്രസ്ഥാനമായ ശ്രേയസ് കോഴിക്കോട് മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 40 വർഷം പിന്നിട്ടു. ശ്രേയസ് കോഴിക്കോട് മേഖല മലബാർ ആക്ഷൻ സൊസൈറ്റി ഫോർ സോഷ്യൽ സർവീസ് എന്ന പേരിൽ 1998 ഒക്ടോബർ 19 സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തു. കോടഞ്ചേരി, പുതുപ്പാടി, താമരശ്ശേരി, നരിക്കുനി, പൂനൂർ, ഉണ്ണികുളം, കട്ടിപ്പാറ, പനങ്ങാട്, തിരുവമ്പാടി, കൂടരഞ്ഞി എന്നീ പഞ്ചായത്തുകളിലായി 350 സംഘങ്ങൾ 5000 കുടുംബങ്ങളുമായി പ്രവർത്തിച്ചു വരുന്നു. ജാതി, മത, വർണ്ണ, വർഗ ചിന്തകൾക്കതീതമായി മാനുഷിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു നവസമൂഹത്തെ പടുത്തുയർത്തുകയാണ് ശ്രേയസിന്റെ ലക്ഷ്യം. ശ്രേയസ് കോഴിക്കോട് മേഖലയുടെ 10ാമത്തെ ഡയറക്ടറായി സ്ഥാനമേറ്റ ഫാദർ തോമസ് മണ്ണിത്തോട്ടം ഇന്ന് കോഴിക്കോട് മേഖലയെ തന്റെ പ്രവർത്തന ശൈലിയിലൂടെയും നൂതന ചിന്താഗതിയിലൂടെയും ആശയ സമ്പുഷ്ടിയിലൂടെയും ശ്രേയസ് കുടുംബങ്ങളെ വികസനത്തിന്റെ പാതയിലേക്ക് നയിച്ച് ആയിരങ്ങൾക്ക് താങ്ങായി തണലായി പ്രവർത്തിക്കുന്നു. യൂണിറ്റുകളുടെ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിന് യൂണിറ്റ് ഡയറക്ടർമാർ ഫാദർ സിജോ പന്തപ്പിള്ളിൽ, ഫാദർ മാർട്ടിൻ വിലങ്ങുപാറയിൽ, ഫാദർ ജിമ്മി ചെറുപറമ്പിൽ എന്നീ ഡയറക്ടറുടെ നിസ്തുലമായ സേവനം ലഭ്യമാകുന്നു.
മേഖലയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അടുക്കും ചിട്ടയോടും കൂടി മുന്നോട്ട് നയിക്കുന്ന പ്രോഗ്രാം ഓഫീസർ ലിസി റെജി, സമയാസമയങ്ങളിൽ മേഖലയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന, മേഖലയോട് ചേർന്ന് നിൽക്കുന്ന മേഖലാ കമ്മിറ്റി, ശ്രേയസിന്റെ പ്രവർത്തനങ്ങൾ ജനഹൃദയങ്ങളിൽ എത്തിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾ, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരുടെ നിസ്തുലമായ സേവനം ശ്രേയസ് കോഴിക്കോട് മേഖലയുടെ വളർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിക്കുന്നു. പുലിക്കയം, നാരങ്ങാത്തോട്, ചിപ്പിലിത്തോട്, മൈക്കാവ്, മുറമ്പാത്തി, ഈങ്ങാപ്പുഴ, തുഷാരഗിരി, ആനിക്കാമ്പൊയിൽ, കൂടരഞ്ഞി എന്നീ യൂണിറ്റുകളിലായി ശ്രേയസിന്റെ പ്രവർത്തനം വ്യാപിച്ചു കിടക്കുന്നു. ഒട്ടനവധി നൂതന പ്രവർത്തനങ്ങളിലൂടെ വികസനത്തിന്റെ പാതയിൽ കാലുറപ്പിക്കാൻ ശ്രേയസ് കോഴിക്കോട് മേഖലയ്ക്ക് കഴിഞ്ഞു. ബത്തേരി രൂപതയുടെ പ്രഥമ മെത്രാപ്പൊലീത്തയായിരുന്ന ശ്രീമാർ ബസേലിയസ് പിതാവിന്റെ ചിന്തയിൽ ഉദിച്ചുയർന്ന പാവങ്ങളെ ഓരം ചേർത്ത് നിർത്തുന്നതിനു വേണ്ടി, സഹായിക്കുന്നതിനു വേണ്ടി ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് ശ്രേയസ്. ശ്രേയസ് കഴിഞ്ഞ 44 കൊല്ലമായി ഈ സമൂഹത്തിലെ പാവങ്ങളുടെ ഓരം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനമാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തന ശൈലിക്ക് രൂപം കൊടുക്കുന്നു എന്നതാണ് ശ്രേയസിനെ ജനഹൃദയങ്ങളിൽ പിടിച്ചു നിർത്തുന്നതിന്റെ പ്രധാന കാരണങ്ങൾ. അശരണരെയും സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെയും രോഗികളെയും സഹായിക്കുന്നതിനായി 2020 ശ്രേയസ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ആശാകിരണം പദ്ധതി. അതിലൂടെ 278 രോഗികളെ സഹായിച്ചു വരുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ മേഖലാ ഡയറക്ടർ തോമസ് മണ്ണിത്തോട്ടത്തിൽ അച്ഛൻ, അതുപോലെ തന്നെ പ്രോഗ്രാം കോർഡിനേറ്റർ ലിസി റെജി, നമ്മുടെ സിഒസ്, കമ്മിറ്റി അംഗങ്ങൾ, ശ്രേയസിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരെയും കൃത്യത്തിൽ ഓർത്തുകൊണ്ട് നന്ദിയോടെ. ഗ്രാമസ്വരാജ് എന്ന ഗാന്ധിജിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കോഴിക്കോട് മേഖലയിൽ സംഘങ്ങൾ രൂപീകരിച്ചു. 1998 സംഘരൂപീകരണം നടന്നു. അതുവഴി കുടുംബത്തിന്റെ ശാക്തീകരണം, സമൂഹത്തിന്റെ വളർച്ച നേടിയെടുക്കാനായിട്ട് സാധിച്ചു. ഇന്ന് കോഴിക്കോട് മേഖലയിൽ 177 സ്ത്രീ സംഘം, 55 ബാലജ്യോതി ഗ്രൂപ്പ്, 42 പുരുഷ സംഘം, 39 മിക്സഡ് ഗ്രൂപ്പ്, ഏകസ്ത്രീയുടെ ഗ്രൂപ്പ് 1, SC ഗ്രൂപ്പുകൾ 4, CBR ഗ്രൂപ്പ് 1, അങ്ങനെ സംഘങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. ഓരോ യൂണിറ്റിന്റെയും പ്രവർത്തനങ്ങൾ സുഗമമായി പോകുന്നത് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. യൂണിറ്റ് കമ്മിറ്റിയിലെ യൂണിറ്റ് ഡയറക്ടർ, മേഖലാ കോർഡിനേറ്റർ എന്നിവർ പങ്കെടുക്കുന്നു. യൂണിറ്റ് കമ്മിറ്റിയിലെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കി വരികയും ചെയ്യുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷം 91 കമ്മിറ്റികൾ കൂടിയിട്ടുണ്ട്. 7 യൂണിറ്റുകളിലായി 77 അംഗങ്ങൾ യൂണിറ്റ് കമ്മിറ്റിയിൽ പങ്കാളിത്തമുണ്ട്. യൂണിറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും യൂണിറ്റ് കമ്മിറ്റിയുടെ സഹായവും സഹകരണവും ഉണ്ടാകാറുണ്ട്. എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടി. സമൂഹം പേടിയോടെ നോക്കിക്കണ്ടിരുന്ന രോഗമായിരുന്ന എയ്ഡ്സിനെ കുറിച്ച് അവബോധം നൽകുന്നതിനായി ചിപ്പിലിത്തോട് യൂണിറ്റ് ബോധവൽക്കരണ ക്ലാസും റാലിയും സംഘടിപ്പിച്ചു. ഇന്ന് എയ്ഡ്സ് രോഗികൾ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്നും സമൂഹത്തിന്റെ ഭാഗമായി പരിഗണിക്കപ്പെടേണ്ടവരാണെന്നും ക്ലാസുകൾ നയിച്ച കോടഞ്ചേരി ഹെൽത്ത് നേഴ്സ് നോബി ക്ലാസ്സിലൂടെ പ്രതിപാദിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷം. ഇരുട്ടിന്റെ മറവിൽ ബ്രിട്ടീഷുകാരെ പേടിച്ച ഇന്ത്യക്കാർക്ക് വെളിച്ചത്തിലേക്ക് വരുവാനുള്ള നേർവഴിയാണ് സ്വാതന്ത്ര്യദിനം. ശ്രേയസ് കോഴിക്കോട് മേഖല സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷം പുതുപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി നജ്മുന്നീസ ഉദ്ഘാടനം ചെയ്തു. മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം അധ്യക്ഷം വഹിച്ച പരിപാടിയിൽ ശ്രേയസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ മുഖ്യ സന്ദേശം നൽകി. കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലക്സ് തോമസ് ചെമ്പകശ്ശേരി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ജില്ലാ മെമ്പർ അംബികാമംഗലത്ത് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വിമുക്തപടൻ സണ്ണി തുഷാരഗിരിയെ ആദരിച്ചു. നാരങ്ങാത്തോട് യൂണിറ്റ് ഡയറക്ടർ ഫാദർ സിജോ പന്തപ്പിള്ളിൽ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഫാദർ മാർട്ടിൻ വിലങ്ങുപാറ സ്വാതന്ത്ര്യദിന റാലി ഉദ്ഘാടനം ചെയ്തു. 10 കുടുംബങ്ങൾക്ക് ക്യാൻസർ ഫണ്ട് വിതരണം ചെയ്തു. പ്രോഗ്രാം ഓഫീസർ ശ്രീമതി ലിസി റെജി, സെൻട്രൽ കോർഡിനേറ്റർ ശ്രീ ജിലി, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകിയ സമ്മേളനത്തിൽ ശ്രീ ജോസ് കുറൂർ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലി. ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളിൽ അവരുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുവാനും സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുവാനും 5-നും 18-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ സംഘടിപ്പിച്ച് ബാലജ്യോതി ഗ്രൂപ്പ് രൂപീകരിച്ചു. 55 ഗ്രൂപ്പുകളിലായി 569 കുട്ടികൾ നിലവിലുണ്ട്. ബാലജ്യോതി കുട്ടികൾക്കായി SSLC+2 അവാർഡ് ദാനം, കുട്ടി കർഷകരെ ആദരിക്കൽ, കലാകായിക പരിപാടി, മുഖാമുഖ മത്സരങ്ങൾ, ജൈവ പച്ചക്കറിത്തോട്ടം, കാടാക്കോഴി എന്നിവയുടെ പരിപാലനം, ശിശുദിനം, ലൈഫ് സ്കൂൾ ക്യാമ്പ് ക്വിസ് തുടങ്ങിയ പരിപാടികളാണ് ഈ വർഷം നടത്തിയത്.
അംഗങ്ങളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനും വിധവയത്തിലൂടെ അവരുടെ വരുമാനം കണ്ടെത്തുന്നതിനും വേണ്ടി രൂപീകൃതമായതാണ് കുടുംബനിധി. ഓരോരുത്തരുടെയും വരുമാനോൽപാദകമായ പദ്ധതികൾക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും ഇതിലൂടെ സാധ്യമാകുന്നു. നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രേയസ് കോഴിക്കോട് മേഖലയ്ക്ക് സാധ്യമായിട്ടുണ്ട്. ശ്രേയസ് എന്ന പ്രസ്ഥാനം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കർഷകരെ ഏതൊക്കെ രീതിയിൽ ശാക്തീകരിക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ അവരുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിയിരുന്ന അവരെ നമുക്ക് സഹായിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് അവർക്ക് വേണ്ടതായ പിന്തുണ കൊടുക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായവും അല്ലാതെ മറ്റ് ആൾബലവോ ഏത് രീതിയിലുള്ള സഹായമാണെങ്കിലും അത് കൊടുത്ത് അവരെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നു. അതുപോലെ ചെറുകിട സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. വന്യജീവി ആക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധ ജ്വാല. ശ്രേയസ് കോഴിക്കോട് മേഖല ചിപ്പിലിത്തോട് യൂണിറ്റ് സംഘടിപ്പിച്ച വന്യജീവി ആക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധ ജ്വാല ചിപ്പിലിത്തോട് അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച് കനലാട് സെഷൻ ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നടത്തി. പ്രതിഷേധ ജ്വാലയുടെ ഉദ്ഘാടനം കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി നിർവഹിച്ചു. മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മനുഷ്യജീവന് മൃഗത്തെക്കാൾ വിലയുണ്ടെന്ന് ചിപ്പിലിത്തോട് സെന്റ് മേരീസ് വികാരി ഫാദർ ജോണി ആന്റണി ഐനിക്കൽ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. വാർഡ് മെമ്പർ റോസ്ലി മാത്യു ആശംസകൾ അർപ്പിച്ചു. കിഫ ജില്ലാ കോർഡിനേറ്റർ ഷെല്ലി ജോസ് തടത്തിൽ മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. മേഖലാ പ്രോഗ്രാം ഓഫീസർ, യൂണിറ്റ് സ്റ്റാഫ് അംഗങ്ങൾ, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഊർജ്ജകിരൺ എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയുടെ സഹായത്തോടെ മലബാർ ആക്ഷൻ സൊസൈറ്റി ഫോർ സോഷ്യൽ സർവീസ് ഊർജ്ജ സംരക്ഷണ ബോധവൽക്കരണ സെമിനാർ ചിപ്പിലിത്തോട് നടത്തി. മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം അധ്യക്ഷം വഹിച്ച മീറ്റിംഗിൽ കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ റോസിലി മാത്യു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഊർജ്ജത്തിന്റെ വിനിയോഗത്തെക്കുറിച്ചും വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഊർജ്ജം സംരക്ഷിച്ചു വെക്കുന്നതിനെ കുറിച്ചും ക്ലാസ് എടുത്തു. LED ബൾബിന്റെ പരിശീലനം നടത്തി. തുടർന്ന് നടന്ന റാലിയിൽ ചിപ്പിലിത്തോട് പ്രദേശത്തെ അംഗങ്ങൾ സജീവമായി പങ്കെടുത്തു. മേഖല യൂണിറ്റ് പ്രവർത്തകർ നേതൃത്വം വഹിച്ചു. കോഴിക്കോട് മേഖല ഡയറക്ടർ ഫാദർ തോമസ് മഞ്ഞത്തോട്ടത്തിന്റെയും കോഴിക്കോട് മേഖല പ്രോഗ്രാം മാനേജർ ശ്രീമതി ലിസി റെജിയുടെയും സാന്നിധ്യത്തിൽ 12 മേഖല ഇവാലുവേഷൻ നടത്തി. ഈ മേഖല ഇവാലുവേഷനിലൂടെ മേഖലയുടെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനും യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനും സാധിച്ചു. ദൈവം കുടുംബങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തിന്റെ സഹന പുഷ്പങ്ങളാണ് ഭിന്നശേഷി കുട്ടികൾ. ഭിന്നശേഷി കുട്ടികളോടൊപ്പം വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന 10 അമ്മമാരെ ഉൾപ്പെടുത്തി ശ്രേയസ് കോഴിക്കോട് മേഖലയിൽ പുലിക്കൈ യൂണിറ്റിന്റെ കീഴിൽ രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘമാണ് ആശ്രയ സ്വാശ്രയ സംഘം. അതുപോലെ തന്നെ ജീവിതയാത്രയുടെ വഴിത്താരയിലെവിടെയോ ജീവിത പങ്കാളി നഷ്ടപ്പെട്ട 10 കുടുംബിനികളെ രൂപീകരിച്ചുകൊണ്ട് തണൽ എന്ന പേരില് കോഴിക്കോട് മേഖലയിലെ ഈ വർഷം ഒരു പുതിയ സംഘം കൂടി രൂപീകരിക്കാൻ സാധിച്ചു. അധ്യാപക ദിനം. അറിവ് വെളിച്ചമാണ്, അത് പകർന്നു നൽകുന്നവർ നന്മയുടെ പ്രതിരൂപമാണ്. ആനിക്കാമ്പോയിൽ വെച്ച് നടന്ന അധ്യാപക ദിനത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് തിരുവമ്പാടി സബ് ഇൻസ്പെക്ടർ രമ്യ എസ് ക്ലാസ് എടുത്തു. മേഖല യൂണിറ്റ് ഡയറക്ടർമാർ, ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. 24 അധ്യാപകരെ ആദരിച്ചു. അധ്യാപക ദിനത്തിൻ്റെ ഭാഗമായി പുലിക്കം യൂണിറ്റ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന 10 അധ്യാപകരെ ആദരിച്ചത് പ്രശംസനീയമായി. മെഡിക്കൽ ക്യാമ്പുകൾ. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചറിയിക്കുന്ന മെഡിക്കൽ ക്യാമ്പുകൾ ശ്രേയസ് സാമൂഹ്യക്ഷേമ വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. കോഴിക്കോട് മേഖല മെഡിക്കൽ ക്യാമ്പുകൾ തെയ്യപ്പാറ, ചിപ്പിലിത്തോട്, പുലിക്കയം, മൈക്കാവ്, മുറമ്പാത്തി, തുഷാരഗിരി, ഈങ്ങാപ്പുഴ, നാരങ്ങത്തോട് എന്നീ പ്രദേശങ്ങളിൽ KMCT മെഡിക്കൽ കോളേജിന്റെ സഹായത്തോടെ സംഘടിപ്പിച്ചു. നേത്രപരിശോധനാ ക്യാമ്പുകൾ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപകാരപ്രദമാകുന്ന സൗജന്യ നിരക്കിൽ നേത്രപരിശോധനാ ക്യാമ്പുകൾ നേത്ര ഫൗണ്ടേഷൻ താമരശ്ശേരിയുടെ സഹകരണത്തോടെ തെയ്യപ്പാറ, ചിപ്പിലിത്തോട്, പുലിക്കയം, ഈങ്ങാപ്പുഴ എന്നീ പ്രദേശങ്ങളിൽ നടത്തുകയും മിതമായ നിരക്കിൽ കണ്ണടകൾ വിതരണം ചെയ്യുകയും ചെയ്തു. ലേബർ എഡ്യൂക്കേഷൻ ക്ലാസ്. കേന്ദ്ര തൊഴിലാളി വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ ഡെവലപ്മെന്റിന്റെ സഹകരണത്തോടെ കോഴിക്കോട് മേഖലയിൽ ഈങ്ങാപ്പുഴ, ചിപ്പിലത്തോട്, കൂടരഞ്ഞി, നാരങ്ങത്തോട്, പുലിക്കയം, തുഷാരഗിരി എന്നീ യൂണിറ്റുകളിലായി 10ഓളം പരിശീലന പരിപാടികൾ നടത്തപ്പെട്ടു. എഡ്യൂക്കേഷൻ ഓഫീസർ ശ്രീ സേരൻ, VK സിംഗ് എന്നിവർ ക്ലാസുകൾ നയിച്ചു.
ഫാദർ തോമസ് മണ്ണിത്തോട്ടം, ലിസി റെജി, ദാമോദരൻ മടവൻകണ്ടി എന്നിവർ നേതൃത്വം നൽകി. കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസ്, പുതുപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് തജുമുനിസ, കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ചെമ്പകശ്ശേരി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം നൽകി കോഴിക്കോട് മേഖലയുടെ വിവിധ യൂണിറ്റുകളിൽ ഫാദർ തോമസ് മണ്ണിത്തോട്ടം, ഫാദർ സിജോ പന്തപ്പള്ളിയിൽ, ശ്രീമതി ലിസി റെജി എന്നിവരുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രോഗ്രാമിൽ മേഖലാ തലത്തിൽ കരോൾഗാന മത്സരവും സംഘടിപ്പിച്ചിരുന്നു. മേഖലാ തലത്തിലെ കരോൾഗാന മത്സരത്തിൽ പുലിക്കയം 1ാം സ്ഥാനവും മൈക്കാവ് 2ാം സ്ഥാനവും തുഷാരഗിരി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. PR ട്രെയിനിങ്. സാമൂഹ്യ പ്രവർത്തകരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന യുവതലമുറ ഇന്നിൻ്റെ വ്യത്യസ്തമേറിയ കാഴ്ചയാണ്. കോപ്പറേറ്റീവ് കോളേജ് വടകര, ഡോൺ ബോസ്കോ കോളേജ് കൊല്ലം, ലിസ കോളേജ് കൈതപ്പൊയിൽ, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വടകര, സഖിജ്യോതി കോളേജ് കുമളി, ഹോളി ക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോളേജ് കോഴിക്കോട് എന്നീ കോളേജുകളിൽ നിന്നായി BSW, MSW സ്റ്റുഡൻസ് കോഴിക്കോട് മേഖല സന്ദർശിക്കുന്നു. ശ്രേയസ് കോഴിക്കോട് മേഖലയുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുകയും യൂണിറ്റ് മേഖലാ പ്രവർത്തകരോടൊപ്പം സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. യേശുഭവൻ, സ്നേഹഭവനം, ബഡ്സ് സ്കൂൾ, ഡി അഡിഷൻ സെന്റർ എന്നിവിടങ്ങൾ സന്ദർശിക്കുകയും അന്തേവാസികൾക്ക് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുന്നു. ഏരിയ മീറ്റിംഗ്. കോഴിക്കോട് മേഖലയുടെ വളർച്ചയ്ക്കും ഏരിയകളുടെ വികസനത്തിനുമായി ഏരിയ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. 2023-24 പുലിക്കയം, മുറമ്പാത്തി, ചിപ്പിലിത്തോട്, നാരങ്ങാത്തോട്, ഈങ്ങാപ്പുഴ, തുഷാരഗിരി എന്നീ യൂണിറ്റുകളിലായി 12 ഏരിയ മീറ്റിംഗുകൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രതിനിധികളുടെ സാന്നിധ്യം, SLC+2 കുട്ടികളെ ആദരിക്കൽ, വയോജനങ്ങളെ ആദരിക്കൽ, കർഷകരെ ആദരിക്കൽ, രോഗീ സഹായം എന്നിവ ഏരിയ മീറ്റിംഗിലൂടെ സാധ്യമാകുന്നു. പ്രദേശത്തിന്റെ ആവശ്യങ്ങൾ പഞ്ചായത്തിനെ ബോധ്യപ്പെടുത്തുവാൻ ഏരിയ മീറ്റിംഗിലൂടെ സാധിക്കുന്നു. മേഖലാ യൂണിറ്റ് ഭാരവാഹികൾ ഏരിയ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. സീനിയർ സിറ്റിസൺ. പ്രായമായവർ സമൂഹത്തിനും കുടുംബത്തിനും ബാധ്യതയാണെന്ന് ചിന്തിക്കുന്ന യുവതലമുറയിൽ ഒറ്റപ്പെട്ടു എന്ന തോന്നലിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന് മാനസിക ഉന്മേഷം നൽകുന്ന ഗ്രൂപ്പാണ് സീനിയർ സിറ്റിസൺ. അറിവുകളും അനുഭവങ്ങളും കുട്ടികൾക്ക് പകർന്നു നൽകുക, നല്ല കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുക, പഴഞ്ചൻ ചിന്താഗതിയിൽ നിന്നും പുതിയ ചിന്താഗതിയിലേക്ക് മാറ്റുക എന്നിവ ഈ ഗ്രൂപ്പിലൂടെ സാധ്യമാകുന്നു. നിലവിൽ 7 ഗ്രൂപ്പുകളിലായി 134 വയോജനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. മേഖലാ യൂണിറ്റ് ഡയറക്ടർമാർ, കോർഡിനേറ്റർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ആദരിക്കൽ, മെഡിക്കൽ ക്യാമ്പുകൾ, നേത്രപരിശോധന ക്യാമ്പ്, കരുണാലയം സന്ദർശിക്കൽ, വിനോദയാത്ര, ക്രിസ്മസ്, ഓണം സെലിബ്രേഷൻ എന്നിവ നടത്തിവരുന്നു. ഈ വർഷം വടകര കോപ്പറേറ്റീവ് കോളേജിലെ സ്റ്റുഡൻസുമായി വയോജനങ്ങൾ ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ച് ഒരു മുഖാമുഖം സംഘടിപ്പിച്ചു. വയോജനങ്ങൾക്ക് ഇതുവരെ 62 ആടിനെ വിതരണം ചെയ്യുവാൻ കോഴിക്കോട് മേഖലയ്ക്ക് സാധിച്ചു. യാത്രയയപ്പ് നൽകി. ശ്രേയസ് കോഴിക്കോട് മേഖലയിൽ ഈങ്ങാപ്പുഴ യൂണിറ്റിൽ 33 വർഷക്കാലം നിസ്തുലമായ സേവനമനുഷ്ഠിച്ച് മേഖലയിൽ നിന്നും വിരമിച്ച പ്രിയപ്പെട്ട ഓമന ചേച്ചിക്ക് ശ്രേയസ് കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മേഖലയിൽ നിന്നും സ്റ്റാഫ് അംഗങ്ങൾ ഒത്തുചേർന്ന് ആദരിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു. ശ്രേയസ് മുറമ്പാത്തി യൂണിറ്റിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ശ്രീമതി ഷീല പീറ്റർ ശ്രേയസിൽ നിന്നും വിദേശത്തേക്ക് യാത്രയായതിനാൽ ശ്രേയസ് കോഴിക്കോട് മേഖല എല്ലാവിധ യാത്രാമംഗളങ്ങളും നൽകി ഉപഹാരം നൽകി ആദരിച്ചു. മിത്രം. അശരണരും നിരാലംബരുമായ ആളുകൾക്ക് സഹായം നൽകുക എന്ന ലക്ഷ്യവുമായി ശ്രേയസ് കോഴിക്കോട് മേഖലയിൽ രൂപീകൃതമായ പദ്ധതിയാണ് മിത്രം. ഈ പദ്ധതിയിലൂടെ 30 കുടുംബങ്ങൾക്ക് സഹായം നൽകാൻ സാധിച്ചു. ഉപജീവന മാർഗമായ ആടുവളർത്തൽ, പെട്ടിക്കട, ഫാഷൻ ഡിസൈനിങ്, സ്റ്റേഷനറി ഷോപ്പ്, ടൈലറിംഗ് ഷോപ്പ്, ആടുവളർത്തൽ, പശു വളർത്തൽ എന്നിവ ഈ പദ്ധതിയിലൂടെ നടപ്പാക്കി വരുന്നു. 30 കുടുംബങ്ങൾക്കായി 6,20,000 രൂപ സാമ്പത്തിക സഹായം നൽകാൻ സാധിച്ചു. വനദിനാചരണം. വനത്തെ അറിയാൻ വനത്തിലൂടൊരു യാത്ര. അന്താരാഷ്ട്ര വനദിനത്തോടനുബന്ധിച്ച് ശ്രേയസ് കോഴിക്കോട് മേഖല തുഷാരഗിരി യൂണിറ്റിൽ സംഘടിപ്പിച്ച വനദിനാചരണവും ബോധവൽക്കരണ സെമിനാറും കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അലക്സ് തോമസ് ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടം അധ്യക്ഷം വഹിച്ച മീറ്റിംഗിൽ VSS സെക്രട്ടറി P. ബഷീർ വനസംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഷിൻസി വർഗീസ് പ്രതിജ്ഞ ചൊല്ലി. മേഖലാ കോർഡിനേറ്റർ ശ്രീമതി ലിസി റെജി, യൂണിറ്റ് CO മേരി ജോർജ്, യൂണിറ്റ് പ്രസിഡന്റ് ജോയി പൂവമ്പറമ്പിൽ, ലിസി ജോസ്, സിസിലി കോട്ടുപള്ളി എന്നിവർ നേതൃത്വം നൽകി. ബത്തേരിയുടെ ആദരവ്.
ശ്രേയസ് കോഴിക്കോട് മേഖലയിൽ 25 വർഷക്കാലത്തെ നിസ്തുലമായ സേവനം പൂർത്തിയാക്കിയ സ്റ്റാഫ് അംഗങ്ങളെ ആദരിച്ചു. നാരങ്ങാത്തൊടി യൂണിറ്റിലെ ശ്രീമതി ഗ്രേസിക്കുട്ടി വർഗീസ്, ഈങ്ങാപ്പുഴ യൂണിറ്റിലെ ശ്രീമതി ഓമന സണ്ണി, മേഖലയുടെ പ്രോഗ്രാം ഓഫീസറായ ശ്രീമതി ലിസി റെജി എന്നിവർ അഭിവന്ദ്യ പിതാക്കന്മാരിൽ നിന്നും ആദരവ് ഏറ്റുവാങ്ങി. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ 4.5 പതിറ്റാണ്ട് പിന്നിട്ടപ്പോൾ ശ്രേയസ് കോഴിക്കോട് മേഖലയുടെ പ്രവർത്തനം മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് മണ്ണിത്തോട്ടത്തിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായി മുന്നേറുന്നു. സേവന സന്നദ്ധരും മൂല്യബോധവും അർപ്പണ മനോഭാവവുമുള്ള ശ്രേയസ് കുടുംബാംഗങ്ങളെ വാർത്തെടുക്കാൻ ശ്രേയസിന് കഴിഞ്ഞു. നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് നമ്മോടൊപ്പം നിന്ന അഭിവന്ദ്യ പിതാക്കന്മാരെയും ഏറ്റവും സ്നേഹത്തോടും നന്ദിയോടും ഓർക്കുന്നു. മേഖലയുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും താങ്ങും തണലുമായി നേതൃത്വം കൊടുത്ത എല്ലാ മേഖലാ ഡയറക്ടർമാരെയും യൂണിറ്റ് ഡയറക്ടർമാരെയും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഓർക്കുന്നു. മേഖലാ കോർഡിനേറ്ററായി സേവനമനുഷ്ഠിച്ച ശ്രീ ജോയ് നെടുമ്പള്ളി അവരുകളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാ ഡയറക്ടർമാരെയും ശ്രീ ഔസേപ്പ് കണ്ണിനാലിനെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇപ്പോഴത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ഡേവിഡ് ആലിങ്കലിനെയും മേഖലാ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്ന തോമസ് മണ്ണിത്തോട്ടത്തെയും ഏറ്റവും നന്ദിയോടും സ്നേഹത്തോടും ഓർക്കുന്നു. മേഖലയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി യൂണിറ്റുകളെ ശക്തമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി ലിസി റെജിയെയും നന്ദിയോടെ ഓർക്കുന്നു. ശ്രേയസിൻ്റെ പ്രവർത്തനം ജനഹൃദയങ്ങളിൽ എത്തിക്കുന്ന കരുത്തുറ്റ എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും കമ്മിറ്റി അംഗങ്ങളെയും ശ്രേയസ് കുടുംബാംഗങ്ങളെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നന്ദിയും അർപ്പിക്കുന്നു.